നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ, പവർഡ് ബൈ QCL ഡിജിറ്റൽ. വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ. നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദൂരദർശൻ RSSന് മാത്രം അവസരം നൽകിയത് ഏകപക്ഷീയമാണെന്ന് NS മാധവൻ. തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാവുകയാണെന്നും സാങ്കേതിക വളർച്ചയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും എളമരം കരീം MLA. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ, പവർഡ് ബൈ QCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിച്ച കുരുന്നുകൾ. നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊന്മോതിരത്തിൽ ചാലിച്ച അമൃത് നാവിൽ തൊട്ട് അരിത്താലത്തിൽ കുരുന്നുവിരലാൽ ഗുരുക്കന്മാർ ഹരിശ്രീ കുറിപ്പിച്ചു. ചിരിച്ചും കരഞ്ഞും വാശി പിടിച്ചുമാണ് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചത്. വിജയദശമി പൂജയോടെയാണ് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് തുടക്കമായത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അഴകൊടി ക്ഷേത്രം, വളയനാട്, തളി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടതും. ക്ഷേത്രങ്ങൾക്ക് പുറമെ പത്രമാധ്യമ സ്ഥാപനങ്ങളിലും എഴുത്തിനിരുത്ത് ചടങ്ങ് നടന്നു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രശസ്തർ വിദ്യാരംഭത്തിന്റെ ഗുരുക്കന്മാരായി എത്തിയിരുന്നു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ദൂരദർശൻ RSSന് മാത്രം അവസരം നൽകിയത് ഏകപക്ഷീയമാണെന്ന് NS മാധവൻ. സമാന സ്വഭാവമുള്ള മറ്റു സംഘടനകൾക്കും അവസരം നൽകിയില്ലെങ്കിൽ മതേതരത്വത്തിന് അർത്ഥമുണ്ടാവില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ദൂരദർശൻ RSSന് മാത്രം അവസരം നൽകിയത് ഏകപക്ഷീയമാണെന്ന് NS മാധവൻ. സമാധാന സ്വഭാവമുള്ള മുഴുവൻ സംഘടനകൾക്കും അവസരങ്ങൾ നൽകിയില്ലെങ്കിൽ മതേതരത്തിന് അർത്ഥമുണ്ടാകില്ലെന്നും NS മാധവൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മതേതരത്വം എന്ന വാക്കിന്റെ ഏറ്റവും ലളിതമായ നിർവചനം ഭരണത്തിൽ, സർക്കാരിൽ മതത്തിന്റെ പ്രഭാവം ഉണ്ടായിരുന്ന മാത്രമാണ്. ഒരുപക്ഷെ ഒരു സംഘടനയുടെ, അതും ഒരു സാംസ്കാരിക സംഘടന എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംഘടനയുടെ ഏറ്റവും തലപ്പത്തുള്ള ആൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അത്തരം ഒരവസരം ഈ തരത്തിലുള്ള എല്ലാവിധ സാംസ്കാരിക മത സംഘടനകളുടെ നേതാക്കൾക്കും നൽകുക എന്നതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ ഇത്തരം അവസരം എല്ലാവർക്കും നിഷേധിക്കുക എന്നുള്ള. സാംസ്കാരിക സംഘടന എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത്തരമൊരു അവസരം എല്ലാ മത നേതാക്കൾക്കും നൽകുക എന്നതാണ് മതേതരത്വം. അല്ലെങ്കിൽ എല്ലാവർക്കും നിഷേധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാവുകയാണെന്നും സാങ്കേതിക വളർച്ചയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും എളമരം കരീം MLA. തൊഴിലില്ലായ്മ വിരുദ്ധദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാവുകയാണെന്നും സാങ്കേതിക വളർച്ചയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണിന്നുള്ളതെന്നും എളമരം കരീം MLA. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിന്റെ സ്ഥാപക ദിനം തൊഴിലില്ലായ്മ വിരുദ്ധ ദിനമായി ആചരിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AITUC പങ്കുചാക്ഷൻ TP രാമകൃഷ്ണൻ, P വിശ്വൻ, സതീദേവി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ആകെ 4, 5, 10 പേരെ മാത്രമാണ് ജോലിക്ക് ആവശ്യമുള്ളത് എന്ന സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ഈ തൊഴിൽ ശക്തിയെ കൂലിക്കെടുക്കുന്ന, വിലക്കെടുക്കുന്ന മുതലാളിക്ക് വില പേശി കുറഞ്ഞ വിലക്ക് കൂലിക്ക് മനുഷ്യരെ വിലക്കെടുക്കാൻ പറ്റും. ഏത് ചരക്കിന്റെയും വില നിശ്ചയിക്കുന്നത് കമ്പോളത്തിൽ അതിന്റെ ലഭ്യതയും ആവശ്യവും എന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. വില നിർണ്ണയിക്കുന്നതിന്റെ എല്ലാ ഘടകവും അതല്ല, പക്ഷെ ഒരു പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന്, ഒരു സീസണിൽ സാധാരണ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മാമ്പഴം മാർക്കറ്റിൽ വന്നു എന്ന് വിചാരിക്കാം.
അത് അതിവേഗം വിറ്റുപോകണം. അത് സ്വാഭാവികമായിട്ട് ഇതിന്റെ വില കുറയും. ഒരു ദിവസം മാർക്കറ്റിൽ സാധാരണ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മത്സ്യം വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് വില കുറയും. എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാൻ. ആവശ്യക്കാർ കുറവും സാധനം കൂടുതലുമാണെങ്കിൽ വില കുറയും. മലബാറിലെ ബാഡ്മിന്റൺ സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടേക്ക് ഇനി തിരുവണ്ണൂരിലെ ബാഡ്മിന്റൺ അക്കാദമി. മുൻകാല ബാഡ്മിന്റൺ താരങ്ങളും ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രവർത്തകരും ചേർന്ന് തുടക്കമിട്ട അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു. മലബാർ ബാഡ്മിന്റൺ അക്കാദമിയുടെ ഉദ്ഘാടനം തിരുവണ്ണൂരിൽ നടന്നു. അലോക് കുമാർ സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, K അബൂബക്കർ, ഉഷാദേവി ടീച്ചർ, A വത്സലൻ, PM മുസമ്മിൽ, ഐഷാബി, പണ്ടികശാല, വത്സലകുമാരി, വേണുഗോപാൽ, മണ്ണിൽ വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി ആഘോഷവും പഥസഞ്ചലനവും സംഘടിപ്പിച്ചു. സാമുദ്രി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പഥസഞ്ചലനം മുതലക്കുളത്ത് സമാപിച്ചു. കോഴിക്കോടിന്റെ വികസനം അട്ടിമറിക്കുന്നതിനെതിരെ MLA-മാരുടെ ബഹുജന സംഗമം ടൗൺ ഹാളിൽ നടന്നു. എളമരം കരീം MLA ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ വികസനം അട്ടിമറിക്കുന്നതിനെതിരെ ടൗൺ ഹാളിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. എളമരം കരീം MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാർ മലബാർ പാക്കേജിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നെന്നും ഈ സർക്കാർ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇങ്ങോട്ടെണ്ണിയ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഇത് 3 പ്രധാന നഗരങ്ങളാണ്. കോഴിക്കോട് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു നഗരമാണ്. ഏറ്റവും പുരാതനമായ നഗരമാണ്. ഈ നഗരത്തിന്റെ വികസന പദ്ധതികൾ എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്ന് അച്യുതൻ മാഷ് ഇവിടെ പറഞ്ഞു. പ്രദീപ് കുമാറും അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ LDF ഭരണകാലത്ത് വടക്കൻ കേരളത്തിന്റെ വികസനത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകിയിരുന്നു. ഒരു മലബാർ പാക്കേജ് അന്ന് ധനകാര്യമന്ത്രി ഐസക് പ്രഖ്യാപിച്ച് വടക്കൻ കേരളത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചു. മോണോറെയിൽ പദ്ധതി ആരുമായി ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണെന്നും നഗരത്തിലെ പ്രധാന 5 റോഡുകൾ വീതി കൂട്ടുന്നതിന് ആവശ്യമായ ഒരു പദ്ധതിയും ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. A പ്രദീപ് കുമാർ MLA, AK ശശീന്ദ്രൻ MLA, അച്യുതൻ, അഹമ്മദ് കോയ, PV ശിവദാസൻ, TP ദാസൻ തുടങ്ങി നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. അനന്തമൂർത്തി അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് സെക്യുലർ കളക്ടീവിന്റെയും കേളുവീട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ബാങ്ക്മെൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അനന്തമൂർത്തിയും ഇന്ത്യ എന്ന സങ്കല്പവും എന്ന വിഷയത്തിൽ NS മാധവൻ പ്രഭാഷണം നടത്തി. അനന്തമൂർത്തിയും ഇന്ത്യ എന്ന സങ്കല്പവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. അളകാപുരിയിൽ നടന്ന പരിപാടിയിൽ NS മാധവൻ, പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഡോക്ടർ KM സീതി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. അനന്തമൂർത്തി സാഹിത്യവും വ്യക്തിയും എന്ന വിഷയത്തിൽ NS മാധവൻ സംസാരിച്ചു. അനന്തമൂർത്തിക്കെതിരായിട്ടുള്ള ഒരു പരാമർശം എപ്പോഴും, പ്രത്യേകിച്ച് കന്നഡയിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഈ ബ്രാഹ്മണാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഒരു ബ്രാഹ്മണനാണ് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ലേഖനം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിൽ വന്നിട്ടില്ല. എ ബ്രാഹ്മണ, ഞാൻ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥാത്മകമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് അറിയിക്കുന്നു. ഗോപാലൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്യുലർ കളക്ടീവ്, കേളുവേട്ടൻ പഠന കേന്ദ്രം, ബാങ്ക്മെൻസ് ക്ലബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാടിന്റെ വന്യത ഒപ്പിയെടുത്ത ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ വിജേഷ് മലപ്പുറത്തിന്റെ ഫോട്ടോ പ്രദർശനം. വന്യജീവികളുടെ അപൂർവ ചിത്രങ്ങളാണ് വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനത്തിൽ ശ്രദ്ധേയമാവുന്നത്. കാടിന്റെ മനോഹാരിത എന്നും വൃക്ഷങ്ങളും അവിടെ വസിക്കുന്ന പക്ഷി മൃഗാദികളുമാണ്. ഈ മനോഹാരിത ഒട്ടും ചോരാതെ ക്യാമറയിൽ പകർത്തി കാഴ്ചക്കാർക്ക് ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി വിജേഷാണ്. 18 വർഷത്തോളമായി വിജേഷ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുന്നു. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ചാണ് വന്യജീവി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. കാട്ടിൽ സ്ഥിരമായി കാണുന്ന ആന മുതൽ ഇന്ന് വംശനാശം നേരിടുന്ന നിരവധി പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ അണിനിരക്കുന്നു. ഞാൻ ഫോട്ടോഗ്രാഫർ തന്നെയാണ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
പിന്നെ മംഗളം പത്രത്തിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ നടത്തിയത്. ഒറ്റയ്ക്കുള്ള യാത്രകൾ എനിക്ക് അങ്ങനെ ഇല്ല. ഒന്നാമത് വനംവകുപ്പ് ഇങ്ങനെ കാട്ടിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻസും, ഞാൻ അധികം യാത്രകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ക്യാമ്പുകൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സഹകരിച്ചുകൊണ്ട് ബേർഡ് സർവേകൾ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഫ്രോക്സിനെ പറ്റിയൊരു സർവേ ഇപ്പം കക്കയത്ത് നടന്നിട്ടുണ്ട്. അതുപോലത്തെ പല ക്യാമ്പുകൾ അങ്ങനെ നടക്കാറുണ്ട്. അങ്ങനത്തെ ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെയാണ്. അങ്ങനെ ക്യാമ്പുകളിൽ പോകുമ്പോൾ കുറച്ച് വളരെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. പട്ടിയോട് സാമ്യമുള്ള കോഴമാൻ, അണ്ണാരക്കണ്ണന്മാരിലെ ഏറ്റവും വലിയ അണ്ണാനായ മലയണ്ണൻ, ഉടുമ്പിന്റെയും കടന്നലിന്റെയും വളരെ അപൂർവ ചിത്രം. കൂടാതെ ഇന്ന് വംശനാശം നേരിടുന്ന കൃഷ്ണമൃഗം, വരയാട്, കരിങ്കുരങ്ങ് തുടങ്ങിയവയും പ്രദർശനത്തിൽ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിലുപരി നീർനായ, വവ്വാലുകൾ, വിവിധ തരം പാമ്പുകൾ, ചിത്രശലഭങ്ങൾ, തവളകൾ, ചിലന്തികൾ, തുമ്പികൾ, കടൽ പക്ഷികൾ, ദേശാടന പക്ഷികൾ എന്നിങ്ങനെ നീളുന്നു പ്രദർശന പട്ടിക. സോഷ്യൽ ഫോറസ്ട്രി, നോർത്ത് റീജിയൻ, കേരള വനം വകുപ്പ് എന്നിവരും പ്രദർശനത്തോട് സഹകരിക്കുന്നുണ്ട്. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം ഈ മാസം 8 വരെ നീണ്ടുനിൽക്കും. സിവിൽ ഗാന്ധി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തികൾ നടത്തി. തുടർന്ന് പൊതുയോഗവും നടന്നു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷൻ ഗാന്ധി ആശ്രമത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തിയും ഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് അജണ്ട സൂത്രയജ്ഞവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്റർ ബാലകൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സദാനന്ദൻ, ഉണ്ണികൃഷ്ണൻ, വസന്ത, ദേവി, പത്മകുമാർ, ബാബു, അലി, ബാലകൃഷ്ണൻ എന്നിവർ വിവിധ പരിപാടികൾക്കായി നേതൃത്വം നൽകി. തുടർന്ന് ജില്ലയിലെ മികച്ച നൂൽനെയ്ത്തുകാർക്ക് സമ്മാനദാനവും നടത്തി. ലോകമെമ്പാടും ഗാന്ധിജിയുടെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ മഹാത്മാവിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ മഹത്വം പറയാതെ തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഒരു മാസം മുമ്പ് മരിച്ച ഒരാളെ പോലും നമ്മൾ ഓർക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് മരിച്ച ഒരാളെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് മരിച്ച ആളെ പോലും ഓർക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിലാണ് 145 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും 66 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുകയും ചെയ്ത ഒരു മഹാപുരുഷനെ ഓർക്കുന്നത്. ബ്രെയിൻസ് മാനാഞ്ചേരിയുടെ 37ാം വാർഷികവും 32ാം അവാർഡ് ദിനവും ടൗൺ ഹാളിൽ നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രെയിൻസ് മാനാഞ്ചേരിയുടെ 37ാം വാർഷികവും 32ാമത് അവാർഡ് ഡേയും ടൗൺ ഹാളിൽ നടന്നു. എല്ലാ വിഷയങ്ങളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്രെയിൻസ് എക്സംപ്ലറി അവാർഡ് നൽകി ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ നിർവഹിച്ചു. ഞാനും ഒരു അധ്യാപകനാണ്. പലപ്പോഴും മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പറയുമ്പോൾ ഡോക്ടർ എന്ന് മാത്രമാണ് ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ മെഡിക്കൽ കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടുത്തെ ഒരു അധ്യാപകൻ കഴിഞ്ഞ 30 വർഷമായി ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പുരോഗതിയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും ബ്രെയിൻസിന്റെ പ്രവർത്തന മികവിനെക്കുറിച്ച് ബോധവാനാണ്. മാതൃഭൂമി സബ് എഡിറ്റർ സന്തോഷ് വള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സിനിമ സീരിയൽ താരം സാധിക വേണുഗോപാൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ദിവ്യ പി, അശോകൻ ആലപ്രത്ത, അഷ്റഫ്, ഐശ്വര്യ, ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. കനിവ് വേങ്ങേരിയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സ്വീകരണ സമ്മേളനം നടത്തി. മേയർ എ കെ പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. കനിവ് വേങ്ങേരിയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്ര സ്വീകരണ സമ്മേളനം നടത്തി. മേയർ എ കെ പ്രേമചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കനിവ് വേങ്ങേരി എന്ന ഏറ്റവും ഉദാത്തമായ സ്നേഹസ്പർശമെന്ന് ഞാൻ ആവർത്തിച്ച് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി വളരെ കാലം സമയപരിമിതി ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. കനിവ് ചെയർമാൻ ഡോക്ടർ കെ എൽ ബാബു അധ്യക്ഷത വഹിച്ചു. കനിവ് ജനറൽ കൺവീനർ ഒ സദാശിവൻ, ഡോക്ടർ സി രവീന്ദ്രൻ, എം ഭാസ്കരൻ, ജാനമ്മ കുഞ്ഞുണ്ണി, എം ശ്രീധരൻ, കെ സി ശോഭിത, കെ സത്യനാഥൻ, കെ സിനി, മഞ്ജു ചന്ദ്രൻ, കെ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Galaxy made of ABS material. പവർഡ് ബൈ QCL ഡിജിറ്റൽ. വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ. നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദൂരദർശൻ RSSന് മാത്രം അവസരം നൽകിയത് ഏകപക്ഷീയമാണെന്ന് NS മാധവൻ.
തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാവുകയാണെന്നും സാങ്കേതിക വളർച്ചയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും എളമരം കരീം MLA. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Galaxy made of ABS material. പവർഡ് ബൈ QCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.